സിമ്പിളായി തയ്യാറാക്കാം ഈ ഹെൽത്തി ഡ്രിങ്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഹെൽത്തിയായ ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്കും കൂടി ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 കപ്പ് വെള്ളത്തിലേക്ക് ഞാനിതാ ഒരു മുഴുവൻ തേങ്ങ പാലാക്കി എടുത്തതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ പാലിൽ അലിഞ്ഞ് ചേരണം. അതിനുവേണ്ടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കരയൊക്കെ ഇതിൽ അലിഞ്ഞ് ചേരേണ്ടതാണ്. പാലിൻ്റെ കളറും മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ നന്നായിട്ട് ചൂടാവുന്ന പോലെ ഇളക്കിയും കൊണ്ട് കൊടുക്കുക. എന്നാലേ അലിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെർമസല്ലി ഇട്ട് കൊടുക്കാം. സേമിയ, അത് വെർമസല്ലി, ബാംബിനോ വെർമസല്ലിയാണ് ഞാൻ എടുത്തത്. പരസ്യമൊന്നുമല്ല, ഞാൻ ഈ കമ്പനിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തതെന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഉപയോഗിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കുക. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. ഇതൊന്ന് മീനിൻ്റെ കണ്ണ് മാതിരി ഇരിക്കുന്ന സാധനമാണ്. ഇത് കുറച്ച് ചെറുതാണ്, ഇതിൻ്റെ വലുതും വരുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്താണ്. മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടിയിലതാ ഇങ്ങനെ കിട്ടുന്നില്ല. കണ്ടില്ലതാ, ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. സേമിയവും പിന്നെ മീനിൻ്റെ കണ്ണ് മാതിരിക്കുന്ന സാധനവും കൂടി നന്നായിട്ട് തന്നെ വേവണം. തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അതൊന്ന് വറ്റി വരാൻ വേണ്ടി. ഇപ്പോൾ ഇത്തിരി ലൂസാണ്. ഇതൊന്ന് വറ്റി വന്ന് ഇത്തിരി കട്ടിയാട്ടെ. ഉണ്ടാക്കിയ പാടെ കുടിക്കാനൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത് ഉണ്ടാക്കി ഒന്നെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയണം, ഇല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് അടിപൊളി. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുടിക്കാമെന്നുണ്ടെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റായിരിക്കും. ഒരു 5-6 മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ, ശേഷം എടുക്കാം കേട്ടോ. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. സൂക്ഷിച്ചും കൊണ്ടും മാറ്റണം. ഓക്കെ, നമ്മുടെ കർണാടക സ്റ്റൈൽ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കിയ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എടുത്തറിയുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഇന്ന് കുടിച്ചപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ആരോഗ്യപരമായ ഒരു ഡ്രിങ്കാണ്. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും